everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാക്രോണി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മാക്രോണി പാക്ക് 1, പിന്നെ അല്പം കെച്ചപ്പ് വേണം, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൂന ഫിഷ് ബോട്ടിലാണിത്. അപ്പോൾ ഒരു തൂനയുടെ ഫിഷ് ബോട്ടിലും വേണം. പിന്നെയുള്ളത് നമ്മളുടെ മസാലാസാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, പിന്നെ പച്ചക്കറികളാണ് നമുക്ക് വേണ്ടത്. ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്. ഇനി ഇത് പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു. ഇനി ആ വെള്ളത്തിലേക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന മാക്രോണിയിലേക്ക് അതിന് പാകത്തിനനുസരിച്ച് അല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഇത്. അപ്പോൾ ആ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായി തിളച്ച് വരുമ്പോൾ നമ്മൾ നോക്കണം, ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. ഇപ്പോൾ ഇത് ഏതാണ്ട് അതിൻ്റെ നല്ല കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ മാക്രോണിയിൽ വെള്ളം ഊറാൻ വെച്ചിരിക്കുന്ന സമയം നമുക്ക് മാറ്റി വെച്ച ആ ടൊമാറ്റോ എടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല ക്രീമായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ മാക്രോണിയിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാണ്. അതിന് വേണ്ടിയിട്ട് ചൂടുള്ളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ സവാള നല്ല ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമ്മളുടെ അരിഞ്ഞു വെച്ച തക്കാളിയും മല്ലിച്ചപ്പും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ അല്പം ഒന്ന് മിക്സ് ആകുമ്പോൾ ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ഓപ്ഷണലാണ്, എരിവ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ മുളക് അല്പം കുറക്കുന്നതാണ് നല്ലത്. ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ അരച്ചു വെച്ചിരുന്ന തക്കാളിയാണ്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതൊരല്പസമയം വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മളുടെ കൂട്ടൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ മസാല പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലാസൊക്കെ സെറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കെച്ചപ്പ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കെച്ചപ്പാണ്. എന്നിട്ട് ഇതിൽക്കൂലൊരു ബോട്ടിലേക്ക് ഫിൽ ചെയ്തതാണ്. അപ്പോൾ ഈ കെച്ചപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൂന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടൂന ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ടൂനയൊക്കെ മിക്സാക്കി സെറ്റായതിന് ശേഷം നമ്മുടെ മാക്രോണി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മാക്രോണി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ മാക്രോണിലേക്ക് മസാല മാക്സിമം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരല്പം നേരം ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീണ്ടും നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ടേക്ക് കെയർ, സ്റ്റേ ഹോം ആൻഡ് ബി ഹെൽത്തി ഗൈസ്.